കഴിഞ്ഞ മാസം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി വളരെ സങ്കടത്തോടെ വളരെ കരഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അവൾ പറയുന്നൊരു കാര്യം, അവൾക്ക് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുണ്ട്, നല്ല ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ അവളുടെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലങ്ങളായിട്ട് അവളും ഹസ്ബൻഡും തമ്മിൽ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ കാരണങ്ങളും ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ അവരെങ്ങനെ അകറ്റിക്കൊണ്ടിരുന്നു. അവരിങ്ങനെ പരസ്പരം വഴക്കിടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. നിശബ്ദതയായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. മുമ്പൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചിരുന്ന, ഒരുപാട് എന്നോടൊപ്പം സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകളായിട്ട് പോകുന്നു, ഞാൻ വീട്ടിലെ കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഇന്ന് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അവർക്ക് ആദ്യമായി കൊടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ദിവസവും വെറും 15 മിനിറ്റ് നേരമെങ്കിലും നിങ്ങളൊന്ന് പരസ്പരം സംസാരിക്കണം. ഇനി സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരുമിച്ച് ഇരിക്കാനെങ്കിലും ശ്രമിക്കണം. ആ ഒരു സമയത്ത് മൊബൈൽ ഉണ്ടാവരുത്, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു 15 മിനിറ്റ്. ഇതായിരുന്നു ഞാൻ കൊടുത്തിരുന്ന ടാസ്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം അവർ രണ്ടാമത്തെ സിറ്റിങ്ങിനായിട്ട് വന്നു. ഇങ്ങനെ വന്ന സമയത്ത് അവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, കണ്ണുകളിൽ ഭയങ്കര തിളക്കമുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ പറഞ്ഞ കാര്യം, വർഷങ്ങളായിട്ട് അദ്ദേഹം എന്നെ നോക്കിയിട്ടില്ല. അദ്ദേഹം ഇന്ന് എൻ്റെ കണ്ണിലോട്ട് നോക്കി എന്നോട് ചോദിക്കുന്നു, നീ ഓക്കെ അല്ലേ, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്നുള്ളത്. ബന്ധങ്ങൾ തകരുന്നതേ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഭയങ്കരമായി ദേഷ്യപ്പെടുമ്പോഴോ വഴക്കിടുമ്പോഴോ മാത്രമല്ല, നിശബ്ദതയും പലപ്പോഴും ബന്ധങ്ങൾ തകർക്കുന്നുണ്ട്. ഈ ബന്ധങ്ങൾ റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടത് ചെറിയ ചില മാറ്റങ്ങൾ മാത്രമായിരിക്കും. അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത്.